ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം മഹാദേവ്യൈ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സഹസ്രനാമത്തിലേക്ക് കിടക്കുകയാണ്. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഓം ശ്രീമാതാ, ഐശ്വര്യമൂർത്തിയായിരിക്കുന്ന അമ്മേ എന്നാണ് ദേവിയെ സംബോധന ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ അമ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ ദൈവം. അമ്മയോട് പറയുന്നതെല്ലാം നമുക്ക് ദേവിയോടും പറയാം. ശ്രീ മഹാരാജ്ഞി, സകല ലോകങ്ങളെയും പരിപാലിക്കുന്ന രാജ്ഞി, രാജാവിനോടുകൂടെ അമ്മ നമ്മുടെ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കി തരുന്ന പോലെ രാജ്ഞിക്ക് രാജാവിനോട് പറഞ്ഞ് പ്രജകളുടെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്നാണ് പറയുന്നത്. ശ്രീമത് സിംഹാസനേശ്വരി, അതിശ്രേഷ്ഠമായ സിംഹാസനത്തിലിരിക്കുന്ന ദേവി. സിംഹാസനത്തിലിരിക്കുന്നവർക്ക് അധികാരമുണ്ടായിരിക്കും. ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ദേവി എന്ന് അർത്ഥം വരുന്നു. ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത. അഗ്നികുണ്ഡത്തിൽ നിന്നും ജന്മമെടുത്താണ് ദേവി. ദേവകാര്യ സമുദ്യത, ദേവന്മാരുടെ കാര്യത്തിനു വേണ്ടി, ഭണ്ഡാസുര നിഗ്രഹത്തിനു വേണ്ടി യാഗം ചെയ്ത അഗ്നിയിൽ നിന്നുമാണ് ദേവി ജന്മമെടുത്തത്. ഉദ്യത് ഭാനു സഹസ്രാഭ. ഉദ്യത് ഭാനു, ഉദയസൂര്യൻ. സഹസ്രാഭ, 1000 സൂര്യൻ്റെ ഭംഗിയോടുകൂടിയാണ് ദേവി. ചതുർബാഹു സമന്വിത, 4 കൈകളോടുകൂടിയാണ്. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. രാഗസ്വരൂപമായിരിക്കുന്ന പാശം, കയറ്. അനുരാഗമാണ് ഇവിടെ രാഗം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ആർക്ക് ആരോട് ഇഷ്ടം തോന്നണം, അതെത്ര അളവിൽ വേണമെന്ന് നിയന്ത്രിക്കുന്ന പാശം ദേവിയുടെ കയ്യിലുണ്ട്. ക്രോധം നിയന്ത്രിക്കുന്ന അങ്കുശം, തോട്ടിയും ദേവിയുടെ കയ്യിലുണ്ട്. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. മനസ്സാകുന്ന ഇക്ഷുകോദണ്ഡ്. ഇക്ഷുകോദണ്ഡ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ വില്ല്. പഞ്ചതന്മാത്ര സായക, പഞ്ചതന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ സായകമാക്കി, അമ്പുകളാക്കി ദേവി കയ്യിൽ പിടിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിനിളക്കം തട്ടുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ ദേവിയുടെ കയ്യിലുണ്ട്. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. തൻ്റെ അരുണപ്രഭാപൂരം കൊണ്ട് ബ്രഹ്മാണ്ഡമണ്ഡലമാകെ മജ്ജത്, മുഴുകിയിരിക്കുന്നു ദേവിയുടെ കാന്തിപ്രവാഹം കൊണ്ട്. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ. ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ അങ്ങനെ പറയുമ്പോൾ ചമ്പകാശോക എന്ന് ഉച്ചരിക്കരുത്, അവിടെ അശോക എന്നാണ്. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നീ പൂക്കൾ കൊണ്ട് ലസത് അലങ്കരിച്ചിരിക്കുന്നു കജ, ദേവിയുടെ തലമുടി. അടുത്തത് കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിത. കുരുവിന്ദമണികൾ, മാണിക്യക്കല്ലുകൾ ശ്രേണി, നിരനിരയായി ദേവിയുടെ കോടീരം, കിരീടം, മണ്ഡിത അലങ്കരിച്ചിരിക്കുന്നു. അടുത്തത് അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത. ഇവിടെ അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ചില ബുക്കിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അളികം എന്ന് പറഞ്ഞാൽ നെറ്റി. അഷ്ടമീ ചന്ദ്രൻ, നമ്മൾ തിഥികളാണ് പറയുന്നത്. പ്രഥമ, ദ്വിതീയ, തൃതീയ. നമശിവായ ചൊല്ലി പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാം. ആ തിഥികളിൽ അഷ്ടമി ദിവസം അർദ്ധവൃത്താകൃതിയിലാണ് ചന്ദ്രനുണ്ടാവുക. അതുപോലെയാണ് അമ്മയുടെ നെറ്റിത്തടം എന്നാണ് പറയുന്നത്. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക.
മുഖത്ത് ചന്ദ്രനിലേക്ക് നോക്കിയാൽ ഒരു പാട് കാണുന്നത് പോലെ, ഒരു കളങ്കമുണ്ടോ എന്ന് സംശയിക്കുന്നത് പോലെ കസ്തൂരി തിലകം തൊട്ടിരിക്കുന്നു. അത് അമ്മയുടെ തിലകത്തെ പറ്റി വിശേഷിപ്പിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അമ്മയുടെ മുഖം, തലമുടി, കിരീടം എന്നിവയുടെ വർണ്ണനകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഇനി നാളത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ബാക്കി കുറച്ച് ശ്ലോകങ്ങളുടെ കൂടി അർത്ഥം പറയുന്നതാണ്. കുറച്ചായിട്ട് ആണ് പറയുന്നത്. ഓം മഹാദേവ്യൈ നമഃ.